Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. വെറും 2 ചേരുവ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കണും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ കുതിർത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അരിപ്പയിൽ ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ വെള്ളം ചോരാനായിട്ട് അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുപാട് സമയമൊന്നും വെള്ളം ചോർത്താനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്കിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഊറ്റിയെടുത്താലും കുറച്ച് വെള്ളമൊക്കെ ഇതിലുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം 1 മിനിറ്റാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റി കിട്ടാനാണ്. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മിനിറ്റ് നേരം ഒന്ന് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 മിനിറ്റ് നേരം കൈയെടുക്കാതെ തന്നെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നുറുക്കോതമ്പൊക്കെ ഇങ്ങനെ ചട്ടിയിൽ കിടന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ചട്ടിയിൽ തന്നെ വെക്കരുത് കേട്ടോ, അപ്പോൾ അത് കരിഞ്ഞു പോകും നല്ല ചൂടിൽ കിടന്നിട്ട്. അപ്പോൾ ഇതിവിടെ ചൂടാറിയ ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയ ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. അപ്പോഴാണ് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു നുറുക്കോതമ്പ് ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊക്കെ തരിതരിയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ചെറുതായിട്ട് ഇതുപോലെ തരിതരിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നുറുക്കോതമ്പ് വറുത്തെടുത്ത ആ ഒരു പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാരയും എടുത്തത്. ഇതുപോലെ 1 കപ്പ് അളവിൽ എടുക്കുമ്പോഴാണ് നല്ല മധുരവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും നുറുക്ക് ഗോതമ്പും മാത്രമാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ചേരുവയായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മെൽറ്റാകാൻ ബാക്കിയുണ്ട്. അതും കൂടെ ഒന്ന് മെൽറ്റായ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം വെക്കരുത്. ഇനി നമ്മൾ ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ആവുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ വെച്ചിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. ഏത് പാത്രത്തിലേക്കും നിങ്ങൾക്ക് മാറ്റാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ നെയ്യ് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു പാത്രത്തിൽ നല്ലപോലെ ഒന്ന് ഓയിലാക്കി കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉറച്ചു പോവും. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ഏത് ആകൃതിയിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ഒന്ന് വരഞ്ഞിട്ടെടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും.
അപ്പോൾ ഞാനിവിടെ വരെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ഓരോ പീസായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഞാനൊന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പലണ്ടി മിഠായി ഒക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള മിഠായിയാണിത്. നമ്മൾ സാധാരണ മിച്ചർ മിഠായി ഒക്കെ കഴിക്കാറില്ലേ, അതുപോലത്തെ ഒരു മിഠായിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ഉറച്ച് വരും. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഉറപ്പുള്ള മിഠായിയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഇത് ഉണ്ടാവുക. കപ്പലണ്ടി മിഠായിൻ്റെ അതിലേറെ കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ടാണ് ഉണ്ടാവുക, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വെറും 2 ചേരുവ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു മിഠായിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്